കമ്പ്യൂട്ടർ സയൻസ് 5 മാർക്കിനാണ് ചോദിക്കുക. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ഇൻ്റർനെറ്റ്, സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ്. അപ്പോൾ ഇതാണ് 5 ടോപ്പിക്കുകൾ. അപ്പോൾ ഈ ടോപ്പിക്കിൻ്റെ ക്വസ്റ്റ്യനും ഓരോ ടോപ്പിക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് മൊത്തം 20 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓരോ ടോപ്പിക്കിൻ്റെയും ക്വസ്റ്റ്യനും അതേപോലെ തന്നെ അതിൻ്റെ ആൻസർ, എക്സ്പ്ലനേഷൻ, ഇനി അതിന് ചോദിക്കാൻ ചാൻസ് ഉള്ള വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഇതാണ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ ഏറ്റവും അവസാനം കഴിഞ്ഞ 2 ഫേസിലായിട്ട് ചോദിച്ച 5 ക്വസ്റ്റ്യൻ, അപ്പോൾ 10 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ശ്രദ്ധിച്ചിരിക്കുക. ക്ലാസ് ആരംഭിക്കുന്നു. ഹാർഡ്വെയർ എന്ന് എന്താണ് ചോദിക്കുക? ഒറ്റയാനെ കണ്ടെത്തുക. കീബോർഡ്, മൗസ്, പ്രിൻ്റർ, OMR. കീബോർഡ്, മൗസ്, പ്രിൻ്റർ, OMR. ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ, OMR. ഇതിനെന്താ ഉത്തരം? നോക്കുക, ഏതാണ് ഉത്തരം? നിങ്ങൾക്ക് അറിയാലോ, ഏതാണ്? പ്രിൻ്റർ മാത്രം എന്താണ്? ഔട്ട്പുട്ട് ഡിവൈസ്. ബാക്കിയെല്ലാം എന്താണ്? ഇൻപുട്ട് ഡിവൈസ്. പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് ആണ് എന്ത്? കീബോർഡ്. നോക്കുക, ഇൻപുട്ട് ഡിവൈസ് ശ്രദ്ധിക്കണം. കീബോർഡ്, OMR, OCR, സ്കാനർ, ട്രാക്ക് ബോൾ, MICR, സിഗ്നേച്ചറൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ, ടച്ച് പാനൽ, ജോയ്സ്റ്റിക്ക്, ബാർകോഡ് റീഡർ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബാർകോഡ് റീഡർ, മൗസ്. പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് ആണ് എന്ത്? കീബോർഡ്. എക്സാമ്പിൾസ് ഓഫ് ഔട്ട്പുട്ട് ഡിവൈസസ്: CRT മോണിറ്ററുകൾ, ലേസർ പ്രിൻ്റർ, പിന്നെ അതേപോലെ തന്നെ സ്പീക്കർ, പ്ലോട്ടർ, മൾട്ടിമീഡിയ പ്രൊജക്ടേഴ്സ്, അങ്ങനെയുള്ള സംഭവം. അപ്പോൾ ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ് നിങ്ങൾക്ക് അറിയാലോ. കമ്പ്യൂട്ടറിലേക്ക് വിവരം നൽകുന്നത് ഇൻപുട്ട് ഡിവൈസ്. ഇപ്പോൾ ഉദാഹരണം, നമ്മൾ കീബോർഡ് യൂസ് ചെയ്യുന്നു. അപ്പോൾ കീബോർഡ് അങ്ങോട്ടാണ്, കമ്പ്യൂട്ടറിലോട്ടാണ് നമ്മൾ വിവരം കൊടുക്കുന്നത്. ഇനി കമ്പ്യൂട്ടറിൽ നിന്ന് പുറത്തേക്ക് വിവരം വരികയാണെങ്കിൽ അത് ഔട്ട്പുട്ട് ഡിവൈസസ്. ശ്രദ്ധിക്കുക, കീബോർഡ് എന്തിനാണ്? അക്ഷരം നൽകാൻ, മൗസ് അതിൽ വിവരങ്ങൾ തിരഞ്ഞെടുക്കാൻ, മൈക്രോഫോൺ ശബ്ദം നൽകാൻ, വെബ് ക്യാമറ ചിത്രം, വീഡിയോ എന്നിവ നൽകാൻ, സ്കാനർ ചിത്രം, എഴുത്ത് എന്നിവ സ്വീകരിക്കാൻ, ഡിജിറ്റൽ ക്യാമറ ചിത്രം, വീഡിയോ എന്നിവ നൽകാൻ, OMR മൂല്യനിർണ്ണയത്തിന്. അതായത് നമ്മൾ ശ്രദ്ധിക്കുക, മൂല്യനിർണ്ണയം എന്ന് പറയുമ്പോൾ പെൻസിലും കൊണ്ട് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ മാർക്ക് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവം. നമ്മളത് ഇപ്പോൾ അത് പേനയാക്കി മാറ്റിയിട്ടുണ്ട്. PSC എക്സാംസ് ഒക്കെ OMR. OCR എന്ന് പറയുമ്പോൾ അക്ഷരം തിരിച്ചറിയാൻ, ജോയ്സ്റ്റിക്ക് ഗെയിം കളിക്കാൻ, ബാർകോഡ് റീഡർ വില നിർണ്ണയത്തിനായി, ട്രാക്ക് ബോൾ വിവരങ്ങൾ തിരഞ്ഞെടുക്കാൻ. പോയിന്റ് ഓഫ് സെയിലിൽ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസസ് ഏത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. പോയിന്റ് ഓഫ് സെയിൽ എക്സാമുകൾക്ക് ഉപയോഗിക്കുന്നത് OMR എന്ന് പറഞ്ഞു. ഓക്കെ, നോക്കുക, പോയിന്റ് ഓഫ് സെയിൽ എന്ന് പറയുമ്പോൾ സാധനങ്ങൾ, അതായത് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ സാധനങ്ങൾ ബില്ലിടുന്ന സ്ഥലത്ത് ഉപയോഗിക്കുന്നത് ഏതായിരിക്കും? സ്വാഭാവികമായിട്ടും ബാർകോഡ് റീഡർ. ഏതാണ്? ബാർകോഡ് റീഡർ. അടുത്ത, താഴെ പറയുന്നവയിൽ ഇൻപുട്ട് ഉപകരണമായും ഔട്ട്പുട്ട് ഉപകരണമായും ഉപയോഗിക്കാൻ പറ്റുന്ന ഉപകരണം ഏത്? ഇൻപുട്ട് ഡിവൈസാണ്, അത് ഔട്ട്പുട്ട് ഡിവൈസുമാണ്. കീബോർഡും മൗസ് ഇതെല്ലാം എന്തായിരുന്നു? പ്രിൻ്റർ. ഇത് കീബോർഡും മൗസും ഇൻപുട്ട് ഡിവൈസാണ്, പ്രിൻ്റർ ഔട്ട്പുട്ട് ഡിവൈസാണ്. അതല്ലാത്ത ഒറ്റയാൻ ഏതാണ്? ടച്ച് പാഡാണ്. അപ്പോൾ നമ്മൾ ഫോണിൽ തന്നെ നോക്കുക, ഫോണിലേക്ക് വിവരം കൊടുക്കാൻ പറ്റും അല്ലേ? അതേപോലെ തന്നെ അതിൽ നിന്നും ഇങ്ങോട്ട് വിവരം വരും. ഇപ്പോൾ ഉദാഹരണം ATMൻ്റെ സ്ക്രീൻ നോക്കുക, അങ്ങോട്ടും വിവരം കൊടുക്കാൻ പറ്റും, അവിടെ നിന്ന് ഇങ്ങോട്ടും വിവരം വരും. അപ്പോൾ ഏതാണ്? ടച്ച് പാഡ്. നോക്കുക, ഡിജിറ്റൽ ക്യാമറ, പെൻ ഡ്രൈവ്, ടച്ച് സ്ക്രീന്, CD DVD, വെബ് ക്യാം, ഫാക്സ്, മോഡം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മോഡുലേറ്റർ, ഡിമോഡുലേറ്റർ. ഇതെല്ലാം എന്താണ്? ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഫോണിൽ നമ്മൾ ഹെഡ്സെറ്റ് വയ്ക്കുമല്ലോ. അപ്പോൾ അങ്ങോട്ടും സംസാരിക്കാൻ പറ്റും, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് കേൾക്കാനും പറ്റും. ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അടുത്ത, താഴെ പറയുന്നവയിൽ പ്രൈമറി മെമ്മറി അല്ലാത്തത് ഏത്? റാം, ക്യാഷ് മെമ്മറി, രജിസ്റ്റർ, ഫ്ലോപ്പി. റാം, റാൻഡം ആക്സസ് മെമ്മറി, ക്യാഷ് മെമ്മറി, രജിസ്റ്റർ, ഫ്ലോപ്പി. ഏതാണ് ഉത്തരം വരിക? ഫ്ലോപ്പി. അതായത് കമ്പ്യൂട്ടറിനകത്ത് തന്നെ ഉള്ളത് പ്രൈമറി മെമ്മറിയും പുറമേ നിന്ന് കണക്ട് ചെയ്യുന്നത് സെക്കൻഡറി മെമ്മറി മാത്രമാണ്. സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞുതരാൻ പറ്റുക. നോക്കുക, കമ്പ്യൂട്ടർ മെമ്മറീനെ CPU രജിസ്റ്റർ, ക്യാഷ് മെമ്മറി, പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി ഓർ മാസ് സ്റ്റോറേജ് എന്നിങ്ങനെയായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഇതിൽ ഏറ്റവും വേഗത കൂടിയത് എപ്പോഴും ചോദിക്കും ഏതാണ്? രജിസ്റ്റേഴ്സ് ആണ്. അത് കഴിഞ്ഞെന്ന് പറഞ്ഞു വെച്ചാൽ ക്യാഷ് മെമ്മറി, അത് കഴിഞ്ഞാൽ മെയിൻ മെമ്മറി, പിന്നെയാണ് ഏറ്റവും വേഗത കുറവ് ഏതിനാണ്? സെക്കൻഡറി മെമ്മറിയാണ്. അതിന് ആക്സസ് ടൈം വളരെ കുറവാണ്.
ഓക്കെ, അപ്പോൾ പ്രൈമറി മെമ്മറിക്കും സെക്കൻഡറി മെമ്മറിക്കും ഇവിടെ ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. നോക്കുക, പ്രൈമറി മെമ്മറി എന്ന് പറയുമ്പോൾ ടെമ്പററി മെമ്മറിയാണ്, അത് വോളറ്റൈൽ മെമ്മറിയാണ്. ഓഫായി കഴിഞ്ഞു എന്ന് പറഞ്ഞു വെച്ചാൽ ചിലത് കേട്ടോ. ഇപ്പോൾ ഉദാഹരണം റാം എന്ന് പറയുമ്പോൾ വോളറ്റൈലാണ്, അതായത് കമ്പ്യൂട്ടർ ഓഫായി കഴിയുമ്പോൾ ഡാറ്റ മൊത്തം പോകും. റോം അങ്ങനെയല്ല, നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സംഭവമാണ്. ഇനി ഇത് നമ്മൾ പുറമേ നിന്ന് കൊടുക്കുന്നതാണെന്ന് പറഞ്ഞു സെക്കൻഡറി മെമ്മറി. അത് കുറച്ചും കൂടി എന്താണ് പറയുക, കുറേ സ്റ്റോറേജ് കൂടുതലായിരിക്കും, സ്റ്റോറേജ് സ്പേസ് വളരെ കൂടുതലായിരിക്കും. ഇനി നോക്കുക, പ്രൈമറി മെമ്മറിക്ക് എക്സാമ്പിൾ റാം, റോം, ക്യാഷ് മെമ്മറി, പ്രോം, പ്രോം, രജിസ്റ്റേഴ്സ്. സെക്കൻഡറി മെമ്മറിക്ക് എക്സാമ്പിൾ ഹാർഡ് ഡിസ്ക്, ഫ്ലോപ്പി ഡിസ്ക്, മാഗ്നറ്റിക് ടേപ്പുകൾ. ഇപ്പോൾ ഉദാഹരണം CD, DVD, ബ്ലൂറേ ഡിസ്ക്. ഏറ്റവും കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഡിസ്ക് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഏതാണ്? ബ്ലൂറേ ഡിസ്ക് ആണ്. ഇതാണ് ഹാർഡ്വെയർ എന്ന് ചോദിക്കാനുള്ളത്. ഇനി അടുത്തത് സോഫ്റ്റ്വെയർ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ് വേർഡ് പ്രൊസസർ. രണ്ടും ശരിയാണ്. എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ? കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറിനെ നിയന്ത്രിക്കുകയും പ്രവർത്തിക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്ന കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളെ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നു. ഇത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ ഒരു ജോലി ചെയ്യാൻ സഹായിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ബെസ്റ്റ് എക്സാമ്പിളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇപ്പോൾ ലിനക്സ്, മൈക്രോസോഫ്റ്റ്, ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്? സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിളാണ്. കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറിനെ നിയന്ത്രിക്കുകയും പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നു. ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ്. ഇനി എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ? ഒരു പ്രത്യേക കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു പ്രത്യേക ചുമതല ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഇപ്പോൾ ഉദാഹരണം വേർഡ് പ്രൊസസർ, സ്പ്രെഡ്ഷീറ്റ്, അക്കൗണ്ടിങ് ആപ്ലിക്കേഷൻ, ഇപ്പോൾ ഉദാഹരണം ടാലി, അതേപോലെ തന്നെ വെബ് ബ്രൗസർ. ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ ചുരുക്കിയിട്ട് ആപ്പ് എന്ന് പറയും. ഇപ്പോൾ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇതെല്ലാം ആപ്പുകളല്ലേ. ഇത് തന്നെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഒരു പ്രത്യേക കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. മനസ്സിലായല്ലോ? അതായത് വേർഡ് പ്രൊസസർ, സ്പ്രെഡ്ഷീറ്റ് പറയുമ്പോൾ കണക്കൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ടുള്ള വെബ് ബ്രൗസർ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതെല്ലാം പ്രത്യേക ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല. ഇതിനെ പറയുന്ന പേരാണ് എന്ത്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണേ. ഓക്കെ, അടുത്ത ഫോട്ടോ എഡിറ്റിങ്ങിനായി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാണ്? സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഏതാണ്? അപ്പോൾ കഴിഞ്ഞ തവണ അത് ചോദിച്ചതാണ്. ഏതാണ്? ജിംബാണ്. എന്താണ്? ജിംബ്. നോക്കുക, ജിംബ് ഫ്രീ ഇമേജ് എഡിറ്റർ സോഫ്റ്റ്വെയർ ആണ്. അതേപോലെ തന്നെ ലൈബ്രോ ഓഫീസ് വേർഡ് പ്രൊസസർ ഉണ്ട്. അതേപോലെ തന്നെ സ്പ്രെഡ്ഷീറ്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതേപോലെ തന്നെ VLC വീഡിയോ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് അറിയാലോ, VLC. ബാക്കിയുള്ള ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കുക, ഇമ്പോർട്ടൻ്റ് ആയത് മാത്രം ഞാൻ പറയാം. ഓക്കെ, ഒഡാസിറ്റി ഒരു ഓപ്പൺ സോഴ്സ് ഡിജിറ്റൽ ഓഡിയോ എഡിറ്ററാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പിക്ചറിൻ്റെ കാര്യം പറഞ്ഞു, ഓഡിയോ എഡിറ്റർ ചോദിച്ചു പറഞ്ഞു വെച്ചാൽ ഒഡാസിറ്റി മാർക്ക് ചെയ്യുക. ഫയർഫോക്സ് അറിയാലോ, ഇതിൻ്റെ ഡിഫോൾട്ട് ബ്രൗസറാണ് ഇത്, ഫയർഫോക്സ്. പിന്നെ അതേപോലെ തന്നെ ബാക്കിയുള്ള ജസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കിയേക്കുക. ക്രിട്ട എന്ന് പറയുമ്പോൾ ഇതിൽ ക്രിട്ട എന്ന് പറയുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഡിഫറെൻറ്റ് പെയിൻറ്റിങ് ടൂൾസ്, അനിമേഷൻ ടൂൾസ്, വെക്ടർ ടൂൾസ്, ഇതെല്ലാം ഏതിലുണ്ട്? ക്രിട്ടയിലുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്നൂ ക്യാഷ് എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ ഫിനാൻഷ്യലി നമ്മളെ സഹായിക്കുന്ന ഒരു സംഭവമാണ് ഗ്നൂ ക്യാഷ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതൊക്കെ ആപ്പുകളാണ്. ഓക്കെ, അടുത്ത ഒരു പ്രോഗ്രാമിംഗ് ഫ്ലോ ചാർട്ടിൽ ചതുരം എന്തിനെ സൂചിപ്പിക്കുന്നു? ഫ്ലോ ചാർട്ടൊക്കെ വരയ്ക്കുമല്ലോ. നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തു, പിന്നെ അടുത്തത് ഒരു ചതുരം കൊടുത്തു എന്ന് വിചാരിക്കുക, പിന്നെ ഒരു പാരലോഗ്രാം കൊടുത്തു എന്ന് വിചാരിക്കുക, അങ്ങനെയൊക്കെ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. എന്താണ് ഇതിനെ സൂചിപ്പിക്കുക? ചതുരം എന്തിനെ സൂചിപ്പിക്കുക? ശ്രദ്ധിക്കുക, ഒരു റെക്റ്റാങ്കുലർ എന്ന് പറയുന്നത് ആക്ഷനെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്രോസസ്സിനെ സൂചിപ്പിക്കുന്നു. ഓക്കെ, പ്രോസസ്സിനെ അല്ലെങ്കിൽ ആക്ഷനെ സൂചിപ്പിക്കുന്നു. അത് ഇന്ന കാര്യം ചെയ്യുകയാണെന്നുള്ളത്. ഓവൽ ഷേപ്പ് അത് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. സ്റ്റാർട്ട് അല്ലെങ്കിൽ എൻഡിങ്. ഒരു ഫ്ലോ ചാർട്ട് വരയ്ക്കുമ്പോൾ അത് അത്ര വിശദമായിട്ടൊന്നും വേണ്ട, അത് എന്തിനും ഏത് സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ നമ്മളൊരു ഫ്ലോ ചാർട്ടിൽ എയും ബിയും കൂട്ടുകയാണെങ്കിൽ സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതും. എന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇൻപുട്ടായിട്ട് എയും ബിയും കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആദ്യം കൊടുക്കും, അതായത് ഒരു പാരലോഗ്രാം വരച്ചിട്ട്. എന്നിട്ട് രണ്ടാമത്തെ പ്രോസസ്സിൽ എയും ബിയും കൂട്ടുന്നു എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഔട്ട്പുട്ടായിട്ട് ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും ഒരേ സംഭവം തന്നെയാണ് യൂസ് ചെയ്യുക. എന്നിട്ട് അവസാനിപ്പിക്കുന്നു പറഞ്ഞിട്ട് വീണ്ടും ഒരു ഓവൽ ഷേപ്പ് ഇട്ട് വയ്ക്കും. ഇനി ഇത്ര വിശദമായിട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓരോന്ന് എന്തിനെ സൂചിപ്പിക്കുന്നു? റെക്ടാങ്കുലർ ഒരു പ്രോസസ്സാണ്. ഓവല് എൻഡിങ് അല്ലെങ്കിൽ സ്റ്റാർട്ടാണ്. ഡയമണ്ട് പറയുമ്പോൾ ഒരു ഡിസിഷൻ തിരഞ്ഞെടുക്കുക. A B ആണോ, B A ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഫ്ലോ ലൈൻസ് എന്ന് പറയുമ്പോൾ എന്താണ്?
ആക്ഷൻസ് പെർഫോം ചെയ്യുന്നതാണ്, ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തത് വരുന്നു എന്നുള്ളതാണ്, കണക്ഷനാണ് കാണിക്കുന്നത്. സ്മാൾ സർക്കിൾ എന്ന് പറയുമ്പോൾ വെൻ ഡിസ്ക്രൈബിങ് എ പോർഷൻ ഓഫ് എ കംപ്ലീറ്റ് അൽഗോരിതം കണ്ടിന്യൂഡ് ഫ്രം ഓർ വിൽ കണ്ടിന്യൂ ഓൺ. ഒരു അൽഗോരിതം കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതിനാണ് ആ സർക്കിള് സൂചിപ്പിക്കുക. പാരലോഗ്രാം എന്തിനാ സൂചിപ്പിക്കുക? ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട്. 4 കാര്യങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കുക. ഒന്ന് റെക്ടാങ്കുലർ ഒരു പ്രോസസ്സാണ്, ഒരു പ്രക്രിയയാണ് സൂചിപ്പിക്കുന്നത്. അടുത്തത് പാരലോഗ്രാം പഠിച്ചു വയ്ക്കുക, അതേപോലെ പഠിച്ചു വയ്ക്കുക. ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട്. ഓവല് എൻഡ് ഓർ സ്റ്റാർട്ട്. ഡയമണ്ട് ഡിസിഷൻ, ഒരു പ്രോസസ്സിന്റെ ഡിസിഷൻ. അത്രേ ഉള്ളൂ. അടുത്ത കമ്പ്യൂട്ടർ നെറ്റ്വർക്കുമായിട്ടുള്ള ചോദ്യങ്ങളാണ്. താഴെ തന്നിരിക്കുന്നവയിൽ അതിവിശാലമായ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഏത്? ലാൻ, മാൻ, വാൻ, പാൻ. എന്താണ് നിങ്ങളുടെ ഉത്തരം? വേഗം പറയാ. ശരി, എന്താ ഉത്തരം നോക്കാം. ലാൻ. വളരെ ചെറിയ മേഖലയിൽ വ്യാപിച്ചു കിടക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ് എന്ത്? ലാൻ. ഇപ്പൊ നമ്മളൊരു കെട്ടിടം, ഒരു ഓഫീസിലൊക്കെ എന്താണ് ഉപയോഗിക്കുക? ലാനാണ് ഉപയോഗിക്കുക, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അടുത്ത മാൻ, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ഒരു നഗരത്തിലെയോ കുറച്ച് വലിയ മേഖലയിലെയോ കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുന്നതാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. മാൻ. ഇപ്പോൾ കേബിൾ TV നെറ്റ്വർക്ക് എന്താണ്? മാൻ ആണ്, കാരണം അതൊരു നഗരത്തിലെയോ കുറച്ച് വലിയ മേഖലയിലോ അല്ലേ. അടുത്ത വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അതിവിശാലമായ മേഖലകളിൽ വ്യാപിച്ചു കിടക്കുന്നു. ഉദാഹരണം, രാജ്യങ്ങൾ തമ്മിൽ വളരെ വേഗത്തിലും കൃത്യതയോടും കൂടി ചെലവ് കുറഞ്ഞ രീതിയിൽ വിവരങ്ങൾ കൈമാറാൻ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കാണ് എന്ത്? വാന്. അപ്പോൾ നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? ഏറ്റവും വലുത് ഏതാണ്? വാന്. ശ്രദ്ധിക്കുക, ലാൻ എന്ന് പറയുമ്പോൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ്, ഒരു കെട്ടിടത്തിലൊക്കെ ഉള്ളതാണ്. മാൻ എന്ന് പറയുമ്പോൾ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കാണ്, ഒരു നഗരത്തിലുള്ളതാണ്. വാൻ എന്ന് പറയുമ്പോൾ വൈഡ് ഏരിയ നെറ്റ്വർക്കാണ്, ഒരു രാജ്യങ്ങൾ തമ്മിലുള്ളതാണ്. പാൻ എന്ന് പറയുമ്പോൾ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കാണ്, ഒരു വ്യക്തിയുടെ കൈവശമുള്ള ഉപകരണങ്ങൾ ബന്ധിപ്പിച്ച് ആശയവിനിമയം സാധ്യമാക്കുന്നതാണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. ബ്രോഡ്ബാൻഡ് കണക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത് ഓപ്റ്റിക്കൽ ഫൈബർ ആണെന്ന് അറിയാലോ. അപ്പോൾ അതിൽ ഏറ്റവും ചെറുത് ഏതാണ്? ഏറ്റവും ചെറുത് പാൻ ആണ്. ഏറ്റവും വലുത് ഏതാണ്? വാൻ ആണ്. അത്രേ ഉള്ളൂ. അടുത്ത്, കൂടുതൽ കമ്പ്യൂട്ടറുകൾ ഒന്നിച്ച് ബന്ധിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉപകരണം. കൂടുതൽ കമ്പ്യൂട്ടറുകൾ ഒന്നിച്ച് ബന്ധിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉപകരണം അതെന്ന് ചോദിക്കും. ഏതാണ്? ഹബ്ബ്. ഈ ഉപകരണങ്ങൾ എന്താണെന്ന് അതിൽ പഠിക്കണേ. നോക്കുക, ഉപകരണങ്ങൾ എന്താണെന്നുള്ളത് സിലബസിലുണ്ട്, നിർബന്ധമായിട്ടും അവരത് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് അതിൻ്റെ യൂസസ്, ഓരോ ഉപകരണവും തന്നിട്ട് അതിൻ്റെ യൂസസ് പഠിക്കാൻ വേണ്ടി തന്നിട്ട്. നോക്കുക, മീഡിയ, സ്വിച്ച്, ഹബ്ബ്, റൂട്ടർ, ബ്രിഡ്ജ്, ഗേറ്റ്വേ, ഇതിൻ്റെ യൂസസ് ഓഫ് ഈച്ച് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ യൂസസ് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞത് എന്തായിരുന്നു? ഹബ്ബിനെ കുറിച്ചായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളത് എല്ലാം ക്വസ്റ്റ്യനായിട്ട് ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ പോയിന്റ് പറഞ്ഞുതരാം. നോക്കുക, ആദ്യം നമുക്ക് ഹബ്ബ് നോക്കാം. കൂടുതൽ കമ്പ്യൂട്ടറുകൾ ഒന്നിച്ച് ബന്ധിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഹബ്ബ്. അടുത്ത, വ്യത്യസ്ത രീതിയിലുള്ള നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. വ്യത്യസ്ത രീതിയിലുള്ള നെറ്റ്വർക്കുകൾ എന്താണ്? ഗേറ്റ്വേ. ഇത് ഓരോന്നും എന്താണ് നമുക്ക് നോക്കണം, ശ്രദ്ധിക്കുക. ടെലിഫോൺ ലൈനിലൂടെ വിവരങ്ങൾ കൈമാറാൻ സഹായിക്കുന്ന ഉപകരണം മോഡുലേറ്റർ, ഡിമോഡുലേറ്റർ. അടുത്ത, ടെലിഫോൺ കമ്പനികൾ നൽകുന്ന ഡിജിറ്റൽ ഫോൺ ലൈൻ സംവിധാനം എന്താണ്? ഇൻ്റഗ്രേറ്റഡ് സർവീസസ് ഡിജിറ്റൽ നെറ്റ്വർക്ക്, ISDN. അടുത്ത, ISDN ഉപയോഗിച്ച് ഇന്റർനെറ്റ് ലഭ്യമാക്കുന്ന മോഡം ISDN മോഡം. അടുത്ത, കൂടുതൽ കമ്പ്യൂട്ടറുകൾ ഒന്നിച്ച് ബന്ധിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉപകരണം നമ്മളിപ്പോൾ പറഞ്ഞു ഹബ്ബ്. ഇതിനെ കോൺസെൻട്രേറ്റർ എന്നും കൂടി പറയുന്നുണ്ട്. ഒരു നെറ്റ്വർക്കിനെ പല സബ് നെറ്റ്വർക്കുകളായിട്ട് വിഭജിക്കും. അതിനുപയോഗിക്കുന്ന എന്താണ്? സ്വിച്ച്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു നെറ്റ്വർക്കിനെ പല സബ് നെറ്റ്വർക്കായിട്ട് വിഭജിക്കും. അടുത്ത, നെറ്റ്വർക്കിലെ സിഗ്നൽ ആംപ്ലിഫൈ ചെയ്ത് വീണ്ടും ട്രാൻസ്മിറ്റ് ചെയ്യും. അതായത് സിഗ്നൽ വീക്ക് ആവുന്ന സമയത്ത് ആംപ്ലിഫൈ ചെയ്ത് വീണ്ടും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് റിപ്പീറ്റർ. ആ പേരിൽ തന്നെയുണ്ട്, റിപ്പീറ്റർ, വീണ്ടും. അടുത്ത, IP അഡ്രസ് അടിസ്ഥാനപ്പെടുത്തി ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്കുകൾ, അതായത് ഒരേ IP അഡ്രസ് ഉള്ളത്, IP അഡ്രസ് അടിസ്ഥാനപ്പെടുത്തി ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന റൂട്ടർ. ഇനി വ്യത്യസ്ത രീതിയിലുള്ള നെറ്റ്വർക്കുകളാണെങ്കിലോ ഗേറ്റ്വേ. IP അഡ്രസ് നോക്കിയിട്ടാണെങ്കിൽ റൂട്ടർ, വ്യത്യസ്തമാണെങ്കിൽ ഗേറ്റ്വേ. അടുത്ത, ഒരു ലാൻ്റെ 2 സെഗ്മെന്റിനെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനോ 2 ലാനുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനോ ഉപയോഗിക്കുന്നത് ബ്രിഡ്ജ്. ഒന്നുകൂടെ പറയാൻ ശ്രദ്ധിക്കുക. കൂടുതൽ കമ്പ്യൂട്ടറുകൾ ഒന്നിച്ച് ബന്ധിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്നത് ഹബ്ബിനെ കോൺസെൻട്രേറ്റർ എന്ന് പറയുന്നു.
ഒരു നെറ്റ്വർക്കിനെ പല സബ് നെറ്റ്വർക്കായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് സ്വിച്ച്. നെറ്റ്വർക്കിൽ സിഗ്നൽ ആംപ്ലിഫൈ ചെയ്ത് വീണ്ടും ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഉപകരണം റിപ്പീറ്റർ. IP അഡ്രസ് അടിസ്ഥാനപ്പെടുത്തി ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്ക് പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം റൂട്ടർ. വ്യത്യസ്ത രീതിയിലുള്ള നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഗേറ്റ് വേ. വ്യത്യസ്ത രീതിയിലാണെങ്കിൽ ഗേറ്റ് വേ, IP അഡ്രസ് നോക്കിയിട്ടാണെങ്കിൽ റൂട്ടർ. അടുത്ത ഒരു ലാനിൻ്റെ 2 സെഗ്മെന്റിനെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ 2 ലാനുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനോ ഉപയോഗിക്കുന്നത് ബ്രിഡ്ജ്. അത്രയേ ഉള്ളൂ. അടുത്തത് നമ്മുടെ ടോപ്പിക്ക് ഇന്റർനെറ്റ്. ഒറ്റയാനെ കണ്ടെത്തുക. ഗൂഗിൾ, യാഹൂ, ബിങ്, സഫാരി. ഏതാണ് സഫാരി ബ്രൗസർ. ബാക്കിയുള്ളതെല്ലാം സെർച്ച് എഞ്ചിൻ. ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ശ്രദ്ധിക്കുക, സെർച്ച് എഞ്ചിൻ. യൂസറിന് ആവശ്യമുള്ള വിവരങ്ങൾ www വേൾഡ് വൈഡ് വെബിൽ നിന്നും അന്വേഷിച്ച് കണ്ടെത്താൻ സഹായിക്കുന്നത് സെർച്ച് എഞ്ചിൻ. എക്സാമ്പിൾ ഗൂഗിള്, യാഹൂ, ബിങ്, ആൾട്ടാവിസ്റ്റ, ask.com ഇങ്ങനെയുള്ളതൊക്കെയാണ് ഏതിന് സെർച്ച് എഞ്ചിന് എക്സാമ്പിൾ. എന്തായാലും ഗൂഗിളും യാഹുവും ബിങ്ങും എന്തായാലും പഠിച്ചു വയ്ക്കുക. യൂസറിന് ആവശ്യമുള്ള വിവരങ്ങൾ www നിന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ സഹായിക്കുന്നത് സെർച്ച് എഞ്ചിൻ. ബിങ് മൈക്രോസോഫ്റ്റിൻ്റെയാണ്. ഓക്കെ, അടുത്ത ബ്രൗസർ. എന്താണ് വെബ് ബ്രൗസർ? ഒരു ഡാറ്റാബേസിൽ നിന്നോ നെറ്റ്വർക്കിൽ നിന്നോ ഡാറ്റ സെർച്ച് ചെയ്യുന്നതാണ് ആ പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്? ബ്രൗസ്. ഒരു വെബ് പേജിൽ നിന്നും വിവരങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് ലഭ്യമാക്കുന്നതാണ് വെബ് ബ്രൗസർ. ഉദാഹരണം ശ്രദ്ധിക്കുക, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, മോസില്ല ഫയർഫോക്സ്, ഒപ്പേറ, ഗൂഗിൾ ക്രോം, സഫാരി, അതേപോലെ തന്നെ എപ്പിക്, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ. നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്റർനെറ്റ് എക്സ്പ്ലോറർ മൈക്രോസോഫ്റ്റിൻ്റെയാണ്. 1995 അവർ നിലവിൽ വന്ന ഒരു സംഭവമാണിത്. നോക്കുക, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടിൻ്റെയും ഡിഫറൻസ് ജസ്റ്റ് നോക്കി വയ്ക്കുക, അല്ലെങ്കിൽ രണ്ടിൻ്റെയും എക്സാമ്പിൾ നോക്കി വെക്കണം. സെർച്ച് എഞ്ചിൻ എക്സാമ്പിളാണ് ഗൂഗിൾ, യാഹൂ, ബിങ്. അത് നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. ബ്രൗസറിന് എക്സാമ്പിളാണ് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, മോസില്ല ഫയർഫോക്സ്, ഗൂഗിൾ ക്രോം, സഫാരി ഇങ്ങനെയുള്ള കാര്യങ്ങൾ. സഫാരി ആപ്പിൾ വികസിപ്പിച്ചെടുത്താണ്. ഓക്കെ, അടുത്ത് www ആസ്ഥാനം എവിടെയാണ്? ശ്രദ്ധിക്കുക, ജനീവ. ഉപജ്ഞാതാവ് ടിം ബേർണേഴ്സ്ലി. വേൾഡ് വൈഡ് വെബിന്റെ ഉപജ്ഞാതാവ് ടിം ബേർണേഴ്സ്ലി. ഇന്റർനെറ്റിൽ നിന്നും വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനായുള്ള ഉപാധിയാണ്. ഇതിലെ കാര്യങ്ങളാണ് വെബ് പേജ് എന്ന് പറയുക. ഓക്കെ, അടുത്തത് IP അഡ്രസ് -ബിറ്റ് അഡ്രസ് ആണ്. എത്രയാണ്? ഇന്റർനെറ്റ് പ്രോട്ടോകോൾ IP അഡ്രസ് 32 ബിറ്റ്. ഓക്കെ, 32 ബിറ്റ്. ഇന്റർനെറ്റിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഓരോ കമ്പ്യൂട്ടറിനുമുള്ള യുണീക്ക് അഡ്രസ്സാണ് IP അഡ്രസ്. ഇന്റർനെറ്റിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഓരോ കമ്പ്യൂട്ടറിനുമുള്ള യുണീക്ക് അഡ്രസ്സാണ് IP അഡ്രസ്. ഇത് 32 ബിറ്റ് അഡ്രസ്സാണ്. കമ്പ്യൂട്ടറിന്റെ കൃത്യമായ ലൊക്കേഷൻ അറിയാൻ സഹായിക്കുന്ന അഡ്രസ്സാണ് IP അഡ്രസ്. അടുത്ത HTML പൂർണ്ണ രൂപം ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. URL സ്ഥിരം ചോദിക്കുന്നതാണ്. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ഇതിന് വേറെ തിരുത്തിയിട്ടൊക്കെ ആറൊക്കെ മാറ്റിയിട്ട് വേറെയൊക്കെ ആയിട്ട് തരും, യു മാറ്റിയിട്ട് വേറെ ആയിട്ട് തരും. അതായത് ഇതിൻ്റെ ലെറ്ററൊക്കെ മാറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തരും, വേറെ വേർഡുകളൊക്കെ ഇതിൽ ഉൾക്കൊള്ളിക്കുക. ആ സമയത്ത് നിങ്ങൾ കൺഫ്യൂഷൻ ഒന്നും വരരുത്, ഇത് മാത്രം പഠിച്ചിട്ട് പോവുക. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. അടുത്ത സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ്. 15ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ IT ആക്ട് പാസ്സാക്കിയ വർഷം എല്ലാവർക്കും അറിയാലോ, ഏതാണ്? 2000. ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും. 2000. അത് നിലവിൽ വന്നത് 2000 ഒക്ടോബർ 17. അത് അമെൻഡ് ചെയ്തത് 2008. അതായത് 2000 വന്നു, 2008 അത് ഭേദഗതി ചെയ്തു. ഒറിജിനൽ ആക്ട് എന്ന് പറയുന്നത് 94 സെക്ഷനും 13 ചാപ്റ്ററും 4 ഷെഡ്യൂളുമാണ്. അതായത് 2000 വന്നത് 94 സെക്ഷനും 13 ചാപ്റ്ററും 4 ഷെഡ്യൂളുമാണ്. ഓക്കെ, നോക്കുക. പിന്നീട് 2008 അതെന്തായി മാറി? 9 ചാപ്റ്ററായി മാറി. അതേപോലെ തന്നെ 117 സെക്ഷനായി. 117 സെക്ഷനായിട്ട് മാറി. 66A മുതൽ F വരെയൊക്കെ കൂട്ടിച്ചേർത്തു. ഓക്കെ, അടുത്ത 16. IT ആക്ടിലെ സെക്ഷൻ 66F എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? സൈബർ ടെററിസം. നോക്കുക, പെട്ടെന്ന് പറഞ്ഞു. സെക്ഷൻ 65 ടാമ്പറിങ് വിത്ത് കമ്പ്യൂട്ടർ സിസ്റ്റം ഡോക്യുമെന്റ്. ടാമ്പറിങ്, അതിൽ ഡാറ്റാസൊക്കെ മാറ്റുക. സെക്ഷൻ 66 ഹാക്കിങ്. 66B മോഷ്ടിക്കപ്പെട്ട സാധനങ്ങൾ റിസീവ് ചെയ്യുക. 66C ഐഡന്റിറ്റി തെഫ്റ്റ്. 66D ചീറ്റിങ്.
ചീറ്റിങ്, കമ്പ്യൂട്ടർ വെച്ചിട്ട് ചീറ്റ് ചെയ്യുക. 66 വയലേഷൻ ഓഫ് പ്രൈവസി, 66 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സൈബർ ടെററിസം. 67 പബ്ലിഷിംഗ് ഇമേജസ് കണ്ടെയ്നിങ് സെക്ഷലി എക്സ്പ്ലിസിറ്റ് ആക്ട്, പോണോഗ്രഫിയാണ് 67 67 ചൈൽഡ് പോണോഗ്രഫിയാണ്. സെക്ഷൻ 73 പെനാൾട്ടി ഫോർ പബ്ലിഷിംഗ് ഫാൾസ് ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്തു എന്ന് പറഞ്ഞു വെച്ചാൽ അതിൻ്റെ കാര്യമാണ്. 66 ഇപ്പം ഇല്ല, ശ്രദ്ധിക്കുക. 66 എന്താണ്? പണിഷ്മെന്റ് ഫോർ സെൻഡിങ് ഒഫൻസീവ് മെസ്സേജസ് ത്രൂ ഇലക്ട്രോണിക് മീൻസ്. ഈ സെക്ഷൻ സുപ്രീം കോടതി എടുത്തു കളഞ്ഞു. ഒന്നുകൂടെ പറയാം, 65 ടാമ്പറിങ്, 66 ഹാക്കിങ്, 66 റിസീവിങ് സ്റ്റോളൻ കമ്പ്യൂട്ടർ ഓർ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ്, 66 ഐഡന്റിറ്റി തെഫ്റ്റ്, 66 ചീറ്റ് ചെയ്യുക, 66 വയലേഷൻ ഓഫ് പ്രൈവസി, 66 സൈബർ ടെററിസം, 67 പോണോഗ്രഫി, 67 ചൈൽഡ് പോണോഗ്രഫി, 73 ശ്രദ്ധിക്കുക, 73 പെനാൾട്ടി ഫോർ പബ്ലിഷിംഗ് ഫാൾസ് സിഗ്നേച്ചർ, 66 സുപ്രീം കോടതി എടുത്തു കളഞ്ഞത്. പണിഷ്മെന്റ് ഫോർ സെൻഡിങ് ഒഫൻസീവ് മെസ്സേജസ് ത്രൂ ഇലക്ട്രോണിക് മീൻസ്. ഓക്കെ, അടുത്ത 17ാമത്തെ ചോദ്യം. കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ ഡാറ്റ നൽകുന്നതിന് മുമ്പോ മനഃപൂർവ്വമോ അതിലെ ഡാറ്റ മാറ്റം വരുത്തുന്ന കുറ്റകൃത്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഡാറ്റ ഡിഡ്ലിങ്. നോക്കുക, സുരക്ഷിതമായിട്ട് അയക്കാൻ വേണ്ടിയിട്ട് എൻക്രിപ്ഷൻ ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ ഔദ്യോഗികമാണ് എന്ന് പറഞ്ഞിട്ട് വ്യാജ വെബ്സൈറ്റ് ഉണ്ടാക്കുന്നതിന് സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറയുന്നു. ഇപ്പോൾ അതിൽ ചെറിയ ലെറ്ററൊക്കെ മാറ്റം വരുത്തുക, www എന്ന് പറഞ്ഞിട്ട് ആ ഒറിജിനൽ ആയിട്ടുള്ളതിൻ്റെ 1-2 ലെറ്റർ മാറ്റം വരുത്തുമ്പോൾ നമ്മൾ നേരെ അതിൽ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവം. അടുത്ത, കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ നൽകുമ്പോൾ അതിന് മുമ്പ് മനഃപൂർവ്വം അത് മാറ്റം വരുന്ന ഡാറ്റ ഡിഡ്ലിങ്. അശ്ലീല ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുക, പോണോഗ്രഫി. അടുത്ത, ഒരു യൂസറിൻ്റെ യൂസർ നെയിം, പാസ്വേഡ് എന്നിവ ലോഗിൻ ചെയ്യുന്ന സമയത്ത് റെക്കോർഡ് ചെയ്യുന്ന പ്രോഗ്രാമുകൾ അറിയപ്പെടുന്നത് എന്താണ്? പാസ്വേഡ് സ്നിഫർ. ശ്രദ്ധിക്കുക, മറ്റ് യൂസറിൻ്റെ ഫയലും ഡാറ്റയും അവരറിയാതെ വായിക്കുന്നത് സ്നൂപ്പിംഗ്. ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട വ്യക്തികളെ ഉപകരണങ്ങളെ തിരിച്ചറിയാനായി ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഫയലുകളാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ. ഇതിലൂടെ വിശ്വസ്തത നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. ഒരു യൂസറിൻ്റെ യൂസർ നെയിം, പാസ്വേഡ് എന്നിവ ലോഗിൻ സമയത്ത് റെക്കോർഡ് ചെയ്യുന്ന പ്രോഗ്രാം പാസ്വേഡ് സ്നിഫർ. ഓക്കെ, അടുത്ത, അതീവ സുരക്ഷ വ്യക്തിഗത വിവരങ്ങളായ പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ എന്നിവ വ്യാജമാർഗങ്ങളിലൂടെ ചോർത്തിയെടുക്കുന്ന പ്രവൃത്തി. അവരുടെ നിന്ന് പണം തട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോർത്തിയെടുക്കുന്നതിന് പറയുന്ന പേര് ഫിഷിങ്. ശ്രദ്ധിക്കുക, ഫിഷിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത, രാജ്യത്തിൻ്റെ ഏകത, പരമാധികാരം, സുരക്ഷ എന്നിവയ്ക്കെതിരെ നടത്തുന്നത് സൈബർ ടെററിസം, 66 അല്ലേ. ഓക്കെ, അടുത്തത്, കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ്, മൊബൈൽ ഫോൺ എന്നീ വിവരവിനിമയ സാങ്കേതിക ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കുറ്റകൃത്യങ്ങൾ പറയുന്ന പേര് സൈബർ കുറ്റകൃത്യങ്ങൾ. അതേപോലെ തന്നെ ഓതറൈസ്ഡ് യൂസർ തന്നെ അതീവ രഹസ്യമുള്ള ഡാറ്റ ആക്സസ് ചെയ്യുന്നത് ഇൻട്രൂഷൻ പ്രോബ്ലം അല്ലെങ്കിൽ ആക്സസ് അറ്റാക്ക്. ഓതറൈസ്ഡ് ആണ്, പക്ഷെ അതീവ രഹസ്യമുള്ളത് ആക്സസ് ചെയ്താൽ അതിനെ പറയുന്ന പേരാണ് ആക്സസ് അറ്റാക്ക് അല്ലെങ്കിൽ ഇൻട്രൂഷൻ പ്രോബ്ലം. അതേപോലെ തന്നെ കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ ഭേദിക്കുന്നത്, സുരക്ഷ ഭേദിച്ചെടുക്കുന്നത് ഹാക്കിങ്. അവർ ഹാക്കർ എന്നാണ് പറയുക. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പറഞ്ഞു, അതീവ സുരക്ഷ വ്യക്തിഗത വിവരങ്ങളായ പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ എന്നിവ വ്യാജമാർഗത്തിലൂടെ ചോർത്തിയെടുക്കുന്നത് ഫിഷിങ്. ഇന്ത്യൻ IT യുടെ പിതാവ് ആരാണ്? രാജീവ് ഗാന്ധി.